ഒന്നാം ഘട്ടത്തിൽ 152 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഘട്ടത്തിൽ ബി.ജെ.പി. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടം കൊണ്ട് മാത്രം ഭരിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പിക്കും എല്ലാവർക്കും അറിയാം. കാരണം രണ്ടാം ഘട്ടത്തിൽ 142 സീറ്റാണ്. ഇവിടെ നിന്ന് കുറഞ്ഞപക്ഷം ബി.ജെ.പിക്ക് ഒരു 50 സീറ്റെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ. അതായത് ഒന്നാം ഘട്ടത്തിൽ 100 സീറ്റും രണ്ടാം ഘട്ടത്തിൽ ഒരു 48 അല്ലെങ്കിൽ 50 സീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ. കാരണം 148 സീറ്റ് വേണം ബംഗാൾ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം ഘട്ട ഇടങ്ങൾ: കൊൽക്കത്തയിൽ 11 സീറ്റുകളിലേക്ക് നോർത്ത് 24 ഫർഗാന 33 സീറ്റ്, സൗത്ത് ഫർഗാന 24ൽ 31 സീറ്റ്, ഹൗറ 16, ഹൂഗ്ലി 18, ദാദിയ 17, കിഴക്കൻ ബർദ്വാനിൽ 16 എന്നിങ്ങനെയാണ് സീറ്റ് നില. 2021 ഇവിടുത്തെ 142ൽ 124 സീറ്റും TMC ആണ് നേടിയത്. ബി.ജെ.പിക്ക് 18 സീറ്റാണ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. വ്യത്യസ്തമായ രീതിയിൽ തന്നെ പ്രചരണം വളരെ നേരത്തെ തന്നെ ബി.ജെ.പി. ആരംഭിച്ചിരുന്നു. രണ്ട് രീതിയിലുള്ള പ്രചരണമാണ് ഈ മേഖലയിലൊക്കെ നടത്തിയത്. കാരണം ഇവിടെയൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങൾ നേരിടാൻ കൂടി ബി.ജെ.പി. ഈ കാലയളവിലെ പ്രചരണത്തിൽ അവർ സമയം വിനിയോഗിച്ചിരുന്നു. മുൻപ് മമതയെ തോൽപ്പിച്ച നന്ദിഗ്രാം, ഇപ്പോൾ മമത മത്സരിക്കുന്ന ഭവാനിപ്പൂർ, സന്ദേശകാലീന സ്ത്രീ പീഡന വിഷയം വലിയ രീതിയിൽ മമതയ്ക്ക് നാണക്കേടുണ്ടാക്കി. ആ സ്ത്രീ പീഡന വിഷയം പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ പോരാടുകയും ചെയ്ത രേഖ പത്രയാണ് ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആർജേക്കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ അമ്മ രത്ന ദേവനാഥും ഈ രണ്ടാം ഘട്ടത്തിലെ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലമായ പാനിപ്പത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി. കൃത്യമായ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുണ്ട്. ഇതിൽ ബി.ജെ.പിക്ക് നിലവിൽ ഹോൾഡുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൂഗ്ലി, ഹൗറ തുടങ്ങിയ ഏരിയകളാണ്. അതുപോലെ തന്നെ ഫർഗാന, സൗത്ത് ഫർഗാന എന്നൊക്കെ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ അനവധിയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായി നാദിയ, അതായത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് നാദിയ. ഇവിടെ കുടിയേറ്റക്കാരുടെ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ബി.ജെ.പി. ഉപയോഗിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ റാലി നടത്തുന്ന പ്രദേശങ്ങളെല്ലാം ഈ രണ്ടാം ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് നാദിയയിൽ അദ്ദേഹം റാലി നടത്തി. കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നുള്ളതും മമത ഇവരെ കുടിയിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ പ്രചരണം തന്നെയാണ് പ്രധാനമന്ത്രി അവിടെ അഴിച്ചുവിട്ടിരുന്നത്. ഒപ്പം തന്നെ ഈ രത്ന ദേവ്നാഥ്, അതായത് ഈ ആർജേക്കറിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ അമ്മയുടെ പ്രചരണത്തിനായി നരേന്ദ്രമോദി എത്തിയിരുന്നു. അത് കൃത്യമായ ഒരു സന്ദേശം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ ബി.ജെ.പി. നൽകിയിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ ഈ അടി വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ബി.ജെ.പി. ഒരുക്കിയിട്ടുണ്ട്. അത് ഏതായാലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം പോലെ അത്ര സമാധാനപൂർണ്ണമാകാൻ സാധ്യത ഒന്നുമില്ല. കാരണം മമതയെ സംബന്ധിച്ച് അത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഇത്തവണ കാലിടറിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ഒരുപക്ഷെ കേസുകളുടെ കൂമ്പാരമുള്ള മമതയ്ക്ക് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നേക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.